സമർപ്പിക്കുന്നേ. സേവയ്ക്കായി എൻ ജീവനെയും കാൽകൾ ഓടട്ടെ, നിൻ പാതെ ചേരട്ടെ എൻ ചിന്ത തിരുരാജ്യവ്യാപ്തിക്കായി. കാൽകൾ ഓടട്ടെ, നിൻ പാതെ ചേരട്ടെ എൻ ചിന്ത തിരുരാജ്യവ്യാപ്തിക്കായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 20-ാം സങ്കീർത്തനം 2-ാം വാക്യം. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ, സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. വിശുദ്ധ മന്ദിരത്തിൽ നിന്നുള്ള സഹായവും സിയോനിൽ നിന്നുള്ള താങ്ങും പോലെ ഉത്തമമായവ മറ്റൊന്നുമില്ല. ഭൂമിയിൽ നിന്ന് സഹായമൊന്നും കാണാനില്ലാത്തപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള സഹായം കാണുവാൻ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ്. പ്രതിസന്ധികളിൽ എല്ലാ വാതിലുകളും അടയുമ്പോൾ, മുൻപോട്ടൊരു ചൂട് പോലും വയ്ക്കുവാൻ കഴിയാതെ വരുമ്പോൾ തളർന്നു പോകാതെ സഹായിക്കുവാൻ കഴിവുള്ളവന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. സ്തെഫാനോസിനെ ജനം കല്ലെറിയുമ്പോൾ വേദനയുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ അവൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് സ്വർഗം തുറന്നിരിക്കുന്നതും ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതുമാണ്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമുക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാം. അവൻ നമ്മെ വിടുവിക്കുവാനും നമ്മെ സഹായിക്കുവാനും ശക്തനാണ്. പ്രാർത്ഥിക്കാൻ. കർത്താവേ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിന്റെ മുഖത്തേക്ക് നോക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ.